ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക. രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ട സമയമാണിത്. ശ്വാസകോശങ്ങളിൽ രോഗമുള്ളവർക്ക് നെഞ്ചത്ത് കൈവെക്കാം. യേശുനാമത്തിലാണ് കൈകൾ വെക്കണമെന്ന് കർത്താവോട് നീ ഏറ്റു പറഞ്ഞിരിക്കണം. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ. തൊണ്ട വേദനയുള്ളവർക്കും സിസ്റ്റുള്ളവർക്കും ഗ്ലോയിറ്റിൻ്റെ അസുഖമുള്ളവർക്കോ തൈറോയിഡ് ഉള്ളവർക്കും തൊണ്ടയിൽ കൈവെക്കാം. വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയാണ് തലയിലോ കണ്ണിലോ മൂക്കിലോ സെൻസേഷൻ ഇല്ലാത്തവർക്ക്, കാഴ്ച കുറവുള്ളവർക്ക്, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, അവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസ പ്രമാണമാണ് ചൊല്ലേണ്ടത്. അടിവയറ്റ് വേദനയുള്ളവര്, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, പാൻക്രിയാസിൽ കല്ലുള്ളവർ, വീർപ്പുള്ളവര്, കരളിന് വേദനയുള്ളവര്, ഹൃദയത്തിന് ആഘാതമുള്ളവര് എല്ലാം ആ സ്ഥലത്ത് കൈവെക്കുക. ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവര് കൈ സ്വസ്തിക പോലെ എടുത്ത് കൈവയ്ക്കണം. 5-6 രോഗങ്ങളുള്ളവരില്ലേ, അവർക്ക് പൂർണ്ണമായ ശരീരത്തെ കർത്താവിനെ ഏൽപ്പിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കണം. കർത്താവിന് ശക്തി നിങ്ങളിലേക്ക് കടന്നു വരേണ്ട സമയമാണ്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ശ്രുതിക്കട്ടെ. കർത്താവ് ശക്തി ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കർത്താവ് കൃപാസമൽത്താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, മാരകരോഗികൾ, തീരാവ്യാധികള് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ സൗഖ്യമാകട്ടെ എന്ന് പിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിസർപ്പ രോഗികള്, ത്വക്ക് അലർജി ഉള്ളവര്, അസ്ഥി ഉരുക്കമുള്ളവര്, അസ്ഥി ക്ഷയിക്കുന്നവര്, സോറിയാസിന്റെ രോഗമുള്ളവര്, വേരിക്കോസ് രോഗികള്, തലമുടി കൊഴിയുന്നവര്, തലയിൽ സിസ്റ്റുള്ളവര്, പിൻകഴുത്തിൽ വേദന ഉള്ളവര്, മക്കളില്ലാത്തവര്, ഉള്ള മക്കൾ നടക്കാത്തവര്, സംസാരിക്കാത്തവര്, ഓട്ടിസം ഉള്ളവർ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഗർഭിണികള്, ഗർഭത്തിൽ കുഴപ്പങ്ങളുള്ളവര്, കുഞ്ഞിന് വളർച്ചയില്ലാത്തവര്, കുഞ്ഞെത്രയും പുറത്തോട്ട് വന്നിട്ട് ലിക്വിഡ് ഫ്ലൂയിഡായിട്ട് പോകുന്നവര്, കിടപ്പ് രോഗികളായിട്ടുള്ള ഗർഭിണികളെ എല്ലാവരും സ്പർശിക്കണമേ കർത്താവേ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഉദര രോഗികള്, മൂത്രാശയ രോഗികള്, മക്കളില്ലാത്തവര്, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലെ, വൈദ്യാഘാതം പോലെ ദൈവികമായ ശത്രുക്കട്ടെ. കൃപാസാൽത്താരെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് യേശുനാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. വാദരോഗങ്ങളെ സുഖപ്പെടുത്തണമേ. അപസ്മാര രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. കാല് പൊട്ടിയിരിക്കുന്നവരെയും ത്വക്ക് രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവിന്റെ രക്തത്തെ കഴുകട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം
അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. വിശ്വാസത്തിൻ്റെ ആക്ടിവേഷനും എപ്പോഴും സംഭവിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിക്കുകയും അതേസമയം തന്നെ നമ്മുടെ പീഡാനുഭവങ്ങളിലെ യേശുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഒരു ചെറിയ പനിയായാലും ശരി, ഒരു വൈറൽ ഫീവറായാലും ശരി, അത് ആ പീഡാനുഭവത്തെ ഏറ്റെടുത്തിട്ട് കർത്താവ് നിൻ്റെ ശരീരവേദനയോട്, നീ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിച്ച ശാരീരിക വേദനയോട് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ മനോവേദനകളെ, ശാരീരിക വേദനകളെ നിന്റെ മനോവേദനകളോട്, നിന്റെ പീഡാനുഭവത്തിന്റെ ശാരീരിക വേദനകളോട് ചേർത്ത് വെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. നമ്മളെ കത്തി ഒക്കെ ഇടക്കിടക്ക് തേച്ച് വെക്കത്തില്ലേ? അല്ല, കത്തി ഉപയോഗിക്കുന്നവർ പച്ചക്കറി അരിയാനാണെങ്കിലും മറ്റെന്ത് സാധനം അരിയാനാണെങ്കിലും കത്തി നമ്മൾ മുറിച്ച് കൂട്ടി വെക്കും. നമ്മൾ ഒരു മാസം നാട്ടിലില്ലെങ്കിൽ പിന്നെ വരുമ്പോൾ ഈ കത്തിയൊക്കെ ഒരു പരുവായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത് തന്നെ രാഗി ശരിയാക്കിയെടുക്കും. ഇതുപോലെ നിങ്ങൾ രാഗണ്ട കൂടുതൽ ഹയർ പ്രൊഡക്ഷന് വേണ്ടി രാഗേണ്ട രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ വിശ്വാസവും ഒന്ന് നിങ്ങളുടെ ദൈവസ്നേഹവുമാണ്. ഈ സംഭവമാണ് മൂർച്ച കൂട്ടുന്ന സാധനം. എല്ലാം സ്പീഡാക്കി അരിയണത് എല്ലാം മൂർച്ച ഉണ്ടെങ്കിലേ സ്പീഡായിട്ട് അരിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ആധ്യാത്മിക ജീവിതത്തിൽ നല്ല ഹാർവസ്റ്റിംഗ് നടത്തണമെങ്കിൽ നമുക്ക് മൂർച്ച വേണം. എന്തിനു മൂർച്ച വേണം? വിശ്വാസത്തിന് മൂർച്ച വേണം. പിന്നെന്ത് വേണം? സ്നേഹത്തിന് മൂർച്ച വേണം. ദൈവസ്നേഹത്തിന്. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് അങ്ങയോടുള്ള വിശ്വാസത്തിലെ, എനിക്ക് അങ്ങനെയുള്ള സ്നേഹത്തില് എന്നെ സമൃദ്ധമാക്കണമേ. എൻ്റെ അങ്ങനെയുള്ള സ്നേഹത്തില് എന്നെ വർദ്ധിപ്പിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ശരീരത്തിലെ ആണി പോലെ ഇങ്ങനെ വന്ന് പിന്നെ അതൊരു ശരീരത്തിൻ്റെ ആ ഭാഗം കല്ലായിട്ടിരിക്കുകയാണ്. കല്ല് പോലെ ഭയങ്കര ഹാർഡാണ്. അത് നമുക്ക് എടുക്കാനും പറ്റണില്ല, അത് പൊറുക്കണമില്ല, പഴുക്കണമില്ല. ഒരു ഡെഡ് ബോഡി കല്ല് വെച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുറമേ ആയാലും അങ്ങനെ ഭാഗം കാണുന്നുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട്ടെ. നന്ദി പറയുന്നു. സ്നേഹമേ അങ്ങേക്കുരായിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ലൈനിലുള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങളൊക്കെ തരണത്. ഞാനൊന്നും കൃതിച്ച് കണ്ടുപിടിച്ച് പറയണതല്ല. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. വെച്ചാൽ നിങ്ങൾക്ക് സ്നേഹം വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോഴേ, വീട്ടിലൊക്കെ ഇരിക്കത്തില്ലേ, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തെ
നിങ്ങൾ പെട്ടെന്നിങ്ങനെ കർത്താവ് ഒരു നിമിഷം നെഞ്ചത്ത് വെച്ച് നെഞ്ചത്ത് വെച്ച് കർത്താവെ നിന്നോടുള്ള സ്നേഹത്താൽ എന്നെ വർദ്ധിപ്പിക്കണമേ. യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് ദി ഇൻറ്റൻഷൻസ് യു ആർ പ്ലേസ്ഡ്. നിങ്ങൾക്ക് വരുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. ദാറ്റ് ഇസ് നോട്ട് സെൻസ്. അതിൻ്റെ ആവശ്യമില്ല. അത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അവർ മാറ്റർ. അത് നമ്മുടെ കാര്യമല്ല. ഓൾറെഡി വി ഹാവ് പ്ലേസ്ഡ്. നമ്മളത് കർത്താവിനെ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഇനി അത് കർത്താവിൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ കാര്യമാണോ? അല്ല. നിങ്ങളുടെ കാര്യം എന്താ? അവൻ്റെ സ്നേഹത്തെ നിങ്ങൾ ഓരോ ദിവസവും അഡ്വാൻസ് ചെയ്യണം. വാട്ട് ഈസ് യുവർ ഇൻപുട്ട് എന്ന് കർത്താവ് ഓരോ സമയത്ത് പറഞ്ഞത്. ഇന്നലത്തേക്കാൾ നിനക്ക് സ്നേഹം കൂടിയോ ദൈവത്തോട്? അറിയത്തില്ല. അതാണ് പ്രശ്നം. ഇന്നലത്തേക്കാൾ ഇന്ന് നിനക്ക് വിശ്വാസം കൂടിയോ? അറിയണോ? അറിയില്ല എന്ന് പറയും. അതാണ് പ്രശ്നം. നിനക്ക് അറിയണം. ഓരോ ദിവസം ചൊല്ലും. ഒന്ന് പ്രത്യേക കൈ നെഞ്ചത്ത് വെച്ച് കർത്താവേ ഓരോ ദിവസം തോറും എനിക്ക് അങ്ങയോടുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധമാനമാക്കണമേ. എന്നെ ഏറ്റെടുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഗീതം ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്താണ്? എന്നെ ഏറ്റെടുക്കണമേ. അതാണ് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണത്. എന്നെ ഏറ്റെടുക്കണമേ. എന്താണ് ഈ ധ്യാനത്തെ പരിശുദ്ധാത്മാവ് ഈ ലെവലിലോട്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. എന്താ കാര്യം? ഉടമ്പടി ബേസിക്കലി അതൊരു ഡൂയിങ് പ്രെയറാണ്. ചൊല്ലണ ഒരു റിസൈറ്റിംഗ് പ്രെയർ അല്ല, ചൊല്ലണ പ്രാർത്ഥനയല്ല. എന്താണത്? അത് ചെയ്യണ പ്രാർത്ഥനയാണ്. പക്ഷെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഫാൻ കറങ്ങണം അല്ലേ? കറങ്ങണ കറണ്ട് വേണ്ടേ അല്ലേ? അതുപോലെ ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണം. നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവേ നിന്നോടുള്ള സ്നേഹത്താലെന്ന് പറയണം. ഒരു പത്രം ഒരാൾക്ക് കൊടുത്താൽ പോലും പറയേണ്ടത് എന്താണ്? കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പേരിലെന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നിങ്ങൾ ആ സർക്കാർ ആശുപത്രിയിൽ കൊണ്ട് രോഗികളെ കണ്ട് കൊടുക്കുന്നുണ്ട്. അയൽവാസികൾക്ക് സഹായിക്കുന്നുണ്ട്. രോഗികളെ സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് യേശുവിനെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? യേശുവിനെ നിങ്ങളെ ഏറ്റെടുക്കുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും ഉടമ്പടിക്ക് ഇത്രയും സ്പീഡ് വരാനും അതുപോലെ തന്നെ ഇതുപോലെ കാലഹരണപ്പെട്ട വിഷയങ്ങൾ ഇത് ഏറ്റെടുക്കാനും എല്ലാം ഒരു പ്രത്യേകത? അത് ആൾക്കാർ സാക്ഷ്യം പറയണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് പറയണത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എല്ലാപ്പോഴും ഞാൻ പറയും, പക്ഷെ പറയുമ്പോഴൊക്കെ ഓരോരോ രീതികളിലാണ് പറയണമെന്നേ ഉള്ളൂ. ചൊല്ലണ പ്രാർത്ഥനയല്ല. പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇതൊരു 20% മാത്രമേ ചൊല്ലണതുള്ളൂ. ബാക്കിയെല്ലാം
ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഇതാണ് ഏറ്റെടുപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എപ്പോഴും ഇരിക്കുന്നത് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് നമുക്കറിയാമല്ലോ. ഓരോരുത്തരുടെ യേശുവിൻ്റെ കൂടെ നിന്ന ഓരോ മനുഷ്യരുടെ ജീവിത അനുഭവങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആരാണ് എപ്പോൾ ലക്ഷ്യത്തിലെത്തിയെന്ന്. ആദ്യം ലക്ഷ്യത്തിലെത്തിയത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ്? ആരായിരിക്കേണ്ടതായിരുന്നു? പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ടത് ആരാണ്? കണ്ടത് ആരായിരിക്കേണ്ടതാണ്? ശരിക്കും പറഞ്ഞാൽ ആരാണോ അന്ത്യത്താഴത്തിലെ കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത്, അതാരാണ്? കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത് ആരാണ്? യൂദാസ് മാതാവി. ആരാണ്? യോഹന്നാൻ. ദാറ്റ്സ് ഓക്കെ. അവർ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ടിക്കറ്റ് വരുന്നത്. അങ്ങനെ ടിക്കറ്റ് വന്നപ്പം അവർ പോയിട്ടാണെങ്കിൽ ഖത്തറിൽ ക്ലിനിക്കാണെന്നും പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷേ അവർ പറഞ്ഞു കെയർ ഗീവറായിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിളിച്ചു പറഞ്ഞു പോരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. പക്ഷേ എൻ്റെ അമ്മയോട് അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. അതിന് ശേഷം 2020 ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേന് എനിക്ക് ഒമാൻ മിനിസ്ട്രിയുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് ഒരു ഏജൻസി വിളിച്ചു പറഞ്ഞു. അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൗദിയുടെ കുറേ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ആ ഏജൻസിക്കാർ തന്നെ പറയുന്നുണ്ട് സാലറി കൂടുതലുള്ളതിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒമാൻ MOH വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നും പറഞ്ഞ് ഇരുന്നപ്പം പറഞ്ഞു ഇൻ്റർവ്യൂ ഇല്ല, CV സെലക്ഷൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ CV സെലക്ഷൻ ഉള്ളെന്ന് പറഞ്ഞ് CV സെലക്റ്റായി കിട്ടി. ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേനും അത് റെഡിയായി. അത് കഴിഞ്ഞ് നവംബർ മാസം ആയപ്പോഴത്തേനും 2019 നവംബർ ആയപ്പോഴത്തേനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും വിസയും എല്ലാം വന്നു. പക്ഷേ എൻ്റെ വിസ മാത്രം വന്നിട്ടില്ല. അപ്പം ഞാൻ ഏജൻസി വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്പിളിയുടെ വിസയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അന്നൊരു ഫ്രൈഡേ ആയിരുന്നു, ഫ്രൈഡേ ഹോളിഡേ ആണ്. അപ്പം ഏജൻസിയിൽ സാർ അവിടെ ഉണ്ട്, സാറ് വന്ന് ചോദിക്കട്ടെ, മിനിസ്ട്രിയിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ പറ്റിയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി സാറ് പോയി ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് കുറേ പിള്ളേർ അത് ക്യാൻസൽ ചെയ്ത കൂടെ അമ്പിളിയുടെ ഫയലും അറിയാതെ മാറിയതാണെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ ആ ഏജൻസിയിലുണ്ടായിരുന്ന ശ്രുതി എന്ന് പറയുന്ന എൻ്റെ ആ ചേച്ചി പറഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2020 ഡിസംബർ 22-ാം തീയതി ആയപ്പം എനിക്ക് വിസയും ടിക്കറ്റും കൂടെ ഒന്നിച്ച് വന്നു. അന്ന് പോകാനായിട്ട് 25-ാം തീയതി ആദ്യം പോകണമെന്ന് പറഞ്ഞു. പക്ഷേ 25-ാം തീയതി അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇല്ല, 2021 ജനുവരി 5-ാം തീയതി പോയാൽ മതിയെന്നും പറഞ്ഞ് ടിക്കറ്റ് മാറ്റി തന്നു. അങ്ങനെ 2021 ജനുവരി 6-ാം തീയതി ഞാൻ ജോലി പ്രവേശിച്ചു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് മിനിസ്ട്രിയുടെ റോയൽ ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അന്നേരം കോവിഡ് കൂടിയതുകൊണ്ട് അവർ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റൽ അവർ ഓപ്പൺ ചെയ്യുവാണ്, അവിടെ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ പേര് 96 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കോവിഡ് ഡ്യൂട്ടിക്ക് ചെയ്യേണ്ടി വന്നു. കോവിഡ് ഡ്യൂട്ടി ചെയ്തെങ്കിലും ഞങ്ങളുടെ സ്റ്റാഫിന് ആർക്കും കോവിഡ് വന്നൊന്നുമില്ല. അവിടെ എല്ലാം അമ്മ അനുഗ്രഹിച്ചു. പക്ഷേ അതിന് ശേഷം കോവിഡൊക്കെ തീർന്നതിന് ശേഷം അവർ മിനിസ്ട്രിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസം കോവിഡ് വാക്സിൻ കൊടുക്കാനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കോവിഡ് വാക്സിൻ കൊടുത്തിട്ടില്ല, കാരണം അതിന് ഞങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതേ പറഞ്ഞാൽ സാരമില്ല, ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ പോയി 6 പേര് മാത്രം അവിടെ വിളിച്ച് അപ്പം ഞങ്ങൾ കോവിഡ് വാക്സിൻ കൊടുക്കാനായിട്ട് കയറി. അങ്ങനെ 6 മാസം അവിടെ നിന്നു. അതിന് ശേഷം അവർ മിനിസ്ട്രിയുടെ തന്നെ ഡയറക്റ്റ് റീനൽ ഡയാലിസിസ് സെൻറ്ററിൽ ഇപ്പം ഡയാലിസിസ് ടെക്നീഷ്യന്മാരുടെ ജോലിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അതായത് എനിക്ക് ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട്
അവർ തന്നെ ജോലി തന്നു, അവർ തന്നെ പഠിപ്പിച്ച് അവിടെയാണ് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഞാൻ ഈ ജനുവരി 29-ാം തീയതി വന്നു. 31-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ കൊച്ചച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, അച്ഛനെ കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അടുത്ത ശനിയാഴ്ച മാർച്ച് 4-ാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പം അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ ആണെങ്കിൽ എൻ്റെ സ്ഥലം KSF-യിൽ 2013 വെച്ചതാണ്. ചിട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ചിട്ടിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം പട്ടയം പണയം വെച്ചായിരുന്നു. അത് സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ വന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. കുറേ കടങ്ങളെല്ലാം വീടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2022 നവംബറൊക്കെ ആയപ്പോഴത്തേനും KSF-കാർ വന്ന് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു ജപ്തി നടപടിയായി, ജപ്തി ചെയ്യാൻ പോവുകയാണ് സ്ഥലമെന്ന് പറഞ്ഞു. അപ്പോൾ വില്ലേജ് ഓഫീസിലെല്ലാം പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റവന്യൂ റിക്കവറി ഓഫീസ് കോട്ടയത്ത് കഞ്ഞിക്കുഴി ചെന്ന് നിങ്ങൾ നേരിട്ട് സംസാരിക്കണം, ക്യാഷ് അടയ്ക്കാൻ അവർ സമ്മതിക്കത്തില്ല, ക്യാഷ് അടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജപ്തിയാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് പറഞ്ഞപ്പോഴാണെങ്കിൽ പിന്നെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അവിടെ പോയിന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഇവിടുന്ന് കൊണ്ടുപോയ കാശ് രൂപം ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഉടമ്പടി കാശ് രൂപ അല്ലാതെ ഇവിടുന്ന് മേടിച്ച കാശ് രൂപം ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അമ്മയുടെ കയ്യിൽ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ അതുമായിട്ടാണ് പോയത്. പോയി റവന്യൂ റിക്കവറി ഓഫീസിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിൽ അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു ശകലം ഉപ്പിട്ടിട്ട് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാറുമാർ എല്ലാം നല്ല ഇത് സംസാരിച്ചു. എന്നിട്ട് അവർ ജപ്തി നടപടി ഒഴിവാക്കി കാലാവധി തന്നു. 2023 മാർച്ച് 31-നകം അടച്ചു തീർത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാർച്ച് 31-നകം അത് അടച്ച് തീർക്കാൻ അമ്മ സഹായിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഉള്ളത് എൻ്റെ വല്യമ്മച്ചിയുടെ അനിയത്തി. അമ്മയ്ക്കാണ് ഹാർട്ടിന് പമ്പിങ് കുറവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ജനുവരിയിൽ, ഈ 2003 ജനുവരിയിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ICUലൊക്കെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഒരു ദിവസം അമ്മ കാണാൻ ചെന്നപ്പം എന്നെ വിളിച്ചപ്പോൾ അമ്മ എന്നോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു കൊച്ചേ നീ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയൊക്കെ ആയപ്പോൾ അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ അമ്മ ചായ എടുത്ത് കുടിച്ചപ്പോൾ അമ്മയ്ക്ക് കുടിക്കാൻ പറ്റുന്നില്ല, വലത്ത് കൈ തളർന്ന പോലെ പോവുക. അപ്പോൾ ആണെങ്കിൽ അമ്മ പറഞ്ഞു എന്തോ വേദന പോലാന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അത്ര സീരിയസ് ആയ കേസായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞു വിട്ടത് ഇതുപോലെ സീരിയസ് ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും അമ്മയുടെ ഒരു കാശ് രൂപം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയപ്പോൾ ഞാൻ കാശ് രൂപം വാങ്ങിയിട്ടാണ് പോയത്. അമ്മയ്ക്കൊരു കാശ് രൂപം കൊടുത്തിട്ട് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ വലത്ത് കയ്യിൽ തേച്ച് കൊടുത്തു. ഒരു 2 സെക്കൻഡിനുള്ളിൽ അമ്മ പറഞ്ഞു എന്തോ തണുത്തിറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. അതിന് ശേഷം അമ്മയ്ക്ക് ഇന്ന് വരെ കൈക്ക് വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എന്നും രാവിലെ അമ്മ തേൻ കഴിക്കണമെന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സി സുനിൽ, ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് 2020 പുതുക്കിയതിന് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. അത് 1-ാം മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അതോട് എനിക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു. അതുകൂടാതെ രാത്രിയിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ മാതാവ് എൻ്റെ തലയിൽ വന്ന് തലോടുന്നത് പോലെ തോന്നി. പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ദൈവം ഞങ്ങൾക്ക് ഈ ഏഞ്ചൽ എന്നാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് തന്ന് സഹായിച്ചു. അതുകൂടാതെ ഞങ്ങൾ 5 പ്രാവശ്യം IVF ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും 5 പ്രാവശ്യം IVF ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പക്ഷേ ഞങ്ങൾക്ക് എല്ലാം നെഗറ്റീവ് ആവുകയും ചെയ്തു.
6ാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 2020 ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ വീണ്ടും ഈ IVF ചെയ്യുകയും ഞങ്ങൾക്ക് പോസിറ്റീവായി റിസൾട്ട് വരികയും ചെയ്തു. ഇതുകൂടാതെ എൻ്റെ ലോക്കറ്റ് കളഞ്ഞു പോവുകയും 3 മാസങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. അത് ഒരു പ്രാവശ്യം ഞങ്ങൾ കോട്ടയത്തിന് പോകുന്ന വഴിയിൽ എൻ്റെ കഴുത്തിൽ നിന്നും ചാടി പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അത് കാറിൽ ഉണ്ടായിരിക്കുമെന്ന് എഴുതി കാറിലൊക്കെ പരിശോധിച്ച് നോക്കി, കിട്ടിയില്ല. പക്ഷേ കാറ് 3 പ്രാവശ്യം സർവീസ് ചെയ്തു, എന്നിട്ടും ലോക്കറ്റ് ഒന്നും ലഭിച്ചില്ല. ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് കലൂർ എന്ന പള്ളിയിൽ പോകുന്നതിനിടയിൽ ഈ മാതാവിൻ്റെ ലോക്കറ്റ് കാറിൻ്റെ ഡോറിൽ നിന്ന് ലഭിക്കുകയും